ഹലോ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ്റെ ഒരു ക്യാമ്പസ് ടൂറാണ് കേട്ടോ. ഞാൻ മെയിനായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും യൂണിവേഴ്സിറ്റികൾക്ക് ഒരുപാട് കാണിക്കാനുണ്ട്. കുറച്ച് സ്ഥലങ്ങൾ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ ഈ വീഡിയോയിൽ. ഓക്കെ, ആദ്യമായിട്ട് ഇത് കാണുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ് കേട്ടോ. നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റിയുടെ ഫുൾ പേപ്പർ വർക്ക്സും നമുക്കറിയാമല്ലോ, എല്ലാ യൂണിവേഴ്സിറ്റി മെയിൻ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ബ്ലോക്കാണ് കേട്ടോ ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. നമുക്ക് ഒരു ദിവസം ഇപ്പം ഫുള്ളും നടന്ന് കാണുമെന്ന് വെച്ചാൽ നമ്മൾ നല്ല ടയേർഡാവും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ. അപ്പം ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന് തൊട്ട് മുമ്പിൽ തന്നെ ഇതേപോലെ ഒരു ഗണപതിയുടെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഹ്യൂജ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് ഈ ഒരു ഫ്രണ്ട് അഡ്മിൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ അഡ്മിൻ ബ്ലോക്കിൻ്റെ രണ്ട് സൈഡുകളിലാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് 3 ഗേറ്റ്സ് ഉണ്ട്. ഗേറ്റ് 1, 2, 3. അപ്പോൾ നമുക്ക് 2 ഗേറ്റിൽ കൂടെ നമുക്ക് എൻട്രി ഒക്കെ പോസിബിളാണ്. ബാക്കി ഒരു ഗേറ്റ് കൂടെ എൻട്രി പോസിബിൾ അല്ല. ഓക്കെ, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ നമുക്ക് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഇവിടെ വെഹിക്കിൾസ് കുറവായിരിക്കും. പിന്നെ PhD സ്കോളേഴ്സിനൊക്കെ വെഹിക്കിൾസ് ഉണ്ടായിരിക്കും. അവർക്കൊക്കെ എല്ലാവർക്കും പാർക്കിങ്ങുള്ള സൗകര്യമുണ്ട്. പിന്നെ ഒത്തിരി സെക്യൂരിറ്റീസ് ഉണ്ട്. ഏത് നേരം സെക്യൂരിറ്റീസ് എപ്പോഴും അവിടെ ക്യാബിനിലുണ്ടാവും. സെക്യൂരിറ്റിക്ക് ക്യാബിൻസ് ഉണ്ട് അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരു 50% വേണമെങ്കിൽ, എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഫുള്ളി, പക്ഷേ ഒത്തിരി സോളാർ എക്യുപ്ഡാണ്. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സോളാർ പാനൽസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ കാണുന്ന ഓരോരോ സ്ട്രീറ്റ് ലൈറ്റ്സില്ലേ, ഇതൊക്കെ സോളാറിൻ്റെ ആണ്. അതേപോലെ തന്നെ സെൻസിങ് ഉണ്ട് കേട്ടോ. അപ്പം നൈറ്റ് ടൈമിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് സെൻസ് ചെയ്ത് അത് ലൈറ്റ് കത്തുന്നതാണ് കേട്ടോ. പിന്നെ ഒരുപാട് കൺസ്ട്രക്ഷൻസും നടക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സും പിന്നെന്താ ലൈബ്രറി, ഇങ്ങനെ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരുപാട് ബിൽഡിങ്സും ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കാം കേട്ടോ. ഇത് നമ്മുടെ കെമിക്കൽ സയൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. 50% ഓഫ് ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരുപോലെയാണ് കേട്ടോ. ബാക്കി 50% വേറെ രീതിയിലാണുള്ളത്. അപ്പോൾ ഈ കാണിക്കുന്ന ഒരുപാട് ബിൽഡിങ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കെമിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രി, പിന്നെ ഫാർമസി, ഇതേപോലത്തെ കോഴ്സുകളൊക്കെ ഈ ബിൽഡിങ്ങിലാട്ടോ ഉള്ളത്. അപ്പം ഇതിൻ്റെ നടുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ചുറ്റും ഓരോ സ്റ്റെയർസിലും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളായിരിക്കും കേട്ടോ. പിന്നെ ഇവിടുത്തെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അടിപൊളി ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് പ്രത്യേകം പറയണം. നല്ല ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഇവിടുത്തെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ലാബൊക്കെ വെൽ എക്യുപ്ഡാണ്. സ്റ്റുഡൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ക്ലാസ് റൂംസും നല്ല രീതിയിലുള്ള ക്ലാസ് റൂംസാണ്. അറ്റ് എ ടൈം ഒരു 200 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അത്രയും ഒക്കുപ്പൻസി ഉള്ള ക്ലാസ്സസ് വരെ ഇവിടെ ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാവില്ല, സ്ട്രെങ്ത്ത് കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഉണ്ടാവും അത്രയും വലിയ ക്ലാസ്സസൊക്കെ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്ത് നമുക്ക് പാർക്കിങ്ങിനായിട്ടുള്ള സ്പേസ് ഉണ്ടാവും കേട്ടോ. എല്ലാം ഇപ്പം ടീച്ചേഴ്സിന് അവർക്കൊക്കെ പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. പിന്നെ ഇങ്ങനെ ഷോപ്പുകളും ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തൊട്ട് താഴെ തന്നെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ഉണ്ടാവില്ല, ചില ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ നമുക്ക് ഷോപ്പ് കാണാൻ പറ്റും കേട്ടോ. അതേപോലെ അമൂലിൻ്റെ ഒരു ഷോപ്പ് ഇവിടെ ഉണ്ട്.
ഇത് ഫിസിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പുറത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് മാത്തമാറ്റിക്കൽ സയൻസ് ആണ്. ഇവിടെ ഫിസിക്സ്, പിന്നെ എർത്ത് സയൻസ്, ആർക്കിടെക്ചർ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇവിടെയാണ് ഉള്ളത്. അങ്ങനെ ഒരുപാട് ബിൽഡിങ്സ് ഇതിൻ്റെ പുറകിലുണ്ട്, ഇതിൻ്റെ സൈഡിലോട്ടുണ്ട് കേട്ടോ. ഇതേപോലത്തെ ബോർഡുകൾ യൂണിവേഴ്സിറ്റിയുടെ പല സൈഡിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാമല്ലോ വഴി എങ്ങോട്ട് പോകണം. അപ്പം ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. അപ്പം ഇവിടെ നമുക്ക് അത് മാത്രമല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് ക്വാർട്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന സാറന്മാർക്കും ടീച്ചേഴ്സിനൊക്കെ ഉള്ള ക്വാർട്ടേഴ്സാണ്. ഒരുപാട് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ ടീച്ചേഴ്സിനും സാറന്മാർക്കും ഉള്ളതാണ്. പിന്നെ ഹോസ്റ്റൽസ് സെപ്പറേറ്റ് വേറെ ഉണ്ട്. സോ പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഹെലിപ്പാഡിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹെലിപ്പാഡുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ 4 ബോയ്സ് ഹോസ്റ്റൽസും 4 ഗേൾസ് ഹോസ്റ്റൽസാണുള്ളത്. അപ്പം ഈ ബോയ്സ് ഹോസ്റ്റലിൻ്റെയും ഗേൾസ് ഹോസ്റ്റലിൻ്റെയും വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതൊരെണ്ണമാണ്. ഇത് നല്ല വലുതാണ്. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിലോട്ട് നമുക്ക് കയറുമ്പോൾ നല്ല വലിയ ഹോസ്റ്റലാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ഹോസ്റ്റലുണ്ട്, പിന്നെ ഇവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഒരു ഹോസ്റ്റൽ വേറൊരു സൈഡിലാണ് കേട്ടോ. അങ്ങനെ 3 ഹോസ്റ്റൽസാണ് നമുക്കുള്ളത്, ബോയ്സ് ഹോസ്റ്റൽസ്. അല്ലാതെ സെപ്പറേറ്റ് നമുക്ക് 4 ഗേൾസ് ഹോസ്റ്റലുണ്ട്. ഇതാണ് മെഗാ മെസ് എന്ന് പറയുന്നത്. ഇപ്പം ബോയ്സിൻ്റെ ഫുൾ ഫുഡും കാര്യങ്ങളും എല്ലാം മെഗാ മെസ്സിലാണ് വന്ന് കഴിക്കേണ്ടത്. ഗേൾസിന് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ഹോസ്റ്റലിൽ തന്നെ ഫുഡ് ഉണ്ടാവും. അപ്പോൾ ബോയ്സിനുള്ള മെസ്സാണിത്. ഇത് മെഗാ മെസ്സാണ്. ഇതൊരു വേറൊരു ഹോസ്റ്റലാണ് കേട്ടോ ഇത്. ഓക്കെ, ഇത് ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടാണ്. ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ബാസ്ക്കറ്റ് ബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, വോളിബോൾ അങ്ങനെ എല്ലാത്തിനും ഉള്ള ഇതേപോലത്തെ കോർട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു ഭാഗത്ത്, നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരു ഭാഗത്ത് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ബിൽഡിങ്സ് ആയിരിക്കും കേട്ടോ. ഒരു സൈഡ്, ഈ സൈഡ് എന്ന് പറയുന്നത് ആർട്സ് സബ്ജക്റ്റുകളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഇത് സോഷ്യൽ സയൻസാണിത്. അതിൻ്റെ അപ്പുറത്ത് ഇത് കഴിഞ്ഞിട്ട് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പിന്നെ ബിടെക് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇതൊക്കെ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ കേട്ടോ. ഓക്കെ, അതുമാത്രമല്ല നമ്മുടെ യൂണിവേഴ്സിറ്റി ഇതേപോലത്തെ ഒരുപാട് ടോട്ടോസ് എപ്പോഴും ഉണ്ടാവും കേട്ടോ ഈ ഒരു ഭാഗത്ത്. കാരണം ഒരുപാട് പേർക്ക് ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണമെങ്കിൽ അങ്ങനെ ടോട്ടോസ് ഉപയോഗിക്കാം. ലൈക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ടും, അതുമാത്രമല്ല പുറത്ത് നമുക്ക് പെട്ടെന്ന് ബസ് സ്റ്റോപ്പിൽ പുറത്ത് ബസ് സ്റ്റോപ്പിൽ പുറത്ത് ബസ് സ്റ്റോപ്പിൽ പോകണമെങ്കിൽ നമുക്ക് ഇതേപോലെ ടോട്ടോസ് ഉപയോഗിക്കാം കേട്ടോ. അതും ദൂരമുണ്ട്, അതുകൊണ്ടാട്ടോ ടോട്ടോസ് എപ്പോഴും ഉണ്ടാവും. രാത്രി 8 മണി വരെ എന്തായാലും ടോട്ടോസ് ഉണ്ടാവും. രാവിലെ ഒരു 7 മണി തൊട്ട് രാത്രി 8 മണി വരെ നമുക്ക് ടോട്ടോസൊക്കെ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഇനി കാണുന്നതെല്ലാം ഗേൾസ് ഹോസ്റ്റലാണ്. 4 ഗേൾസ് ഹോസ്റ്റലുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ. സോ ഈ ഗേൾസ് ഹോസ്റ്റലിൻ്റെയും ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് പോസ്റ്റ് ഓഫീസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കൊറിയർ അയക്കാനോ ലെറ്റേഴ്സ് എല്ലാം നമുക്ക് അയക്കാം. അതേപോലെ പോസ്റ്റ് വഴി നമുക്ക് സാധനങ്ങളും ഇങ്ങോട്ടേക്ക് അയക്കാം കേട്ടോ. അതിനുവേണ്ടി പോസ്റ്റ് സൗകര്യം ഉണ്ടാവും. ഇവിടെ നമുക്ക് വെജിറ്റബിൾസ് ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ എല്ലാം വാങ്ങാം സാധനങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ സ്റ്റേഷനറി ഷോപ്പുകളാണ് കേട്ടോ. ഇപ്പോൾ ബുക്സ്, പെൻ, പിന്നെ പ്രിൻ്റ് എടുക്കാൻ, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ എല്ലാം ഇവിടെ അതിനുള്ള ഷോപ്പുകളും അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇത് ബേക്കറി ഷോപ്പുകളാണ്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ്, പിന്നെന്താ നമ്മുടെ സാധാ കഴിക്കുന്ന ഐറ്റംസ് ഇല്ലേ, ഐസ്ക്രീം, അങ്ങനെയുള്ള വാട്ടർ എല്ലാം നമുക്ക് ഈ ഒരു ഷോപ്പിലും അവൈലബിൾ ആണ് ഇവിടെ എല്ലാം. അപ്പോൾ നമുക്ക് ബേസിക് നീഡ്സിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഷോപ്പുകൾ, കോഫി ഷോപ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ചായ, പിന്നെ കടി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. വെസ്റ്റ് രാജസ്ഥാനിലാണെങ്കിൽ പോലും നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരുപാട് പ്ലാന്റേഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ട്രീസൊക്കെ അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഫുൾ സ്പേസിലും ഉണ്ട്. അപ്പം നമുക്ക് ഒരുപാട് വേപ്പില ഒത്തിരി ഉണ്ട്. വേപ്പില ഇതേപോലത്തെ ഒരുപാട് മരങ്ങളുണ്ട്. പിന്നെ എന്താ കണിക്കൊന്ന ഇവിടെ ഒത്തിരി ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കടലാസ് പൂവിൻ്റെ ചെടിയുണ്ട്. അങ്ങനെ ഫുള്ളും ചെടികളാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പം നമുക്കിത് രാജസ്ഥാനാണ്, നമുക്കൊരു വ്യൂ ഉണ്ടാവുമല്ലോ. രാജസ്ഥാനാകുമ്പോൾ ഫുള്ളും മരങ്ങളില്ല, ഫുള്ളും മരുഭൂമി അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ശരിക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരുപാട് മാതളത്തിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇപ്പം ഇതിലൊക്കെ ഒരുപാട് മാതളങ്ങളൊക്കെ ഇങ്ങനെ കായ്ച്ചു നിൽപ്പുണ്ട്. ഓക്കെ, ഇതൊക്കെ ഹോസ്റ്റലിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഗേൾസ് ഹോസ്റ്റലിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയമാണ്. ഓഡിറ്റോറിയം ഉള്ളിൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അത് ഞാൻ എടുക്കുന്ന സമയത്ത് ലോക്ക്ഡായിരുന്നു. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് തന്നെ നമുക്ക് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, ഹോക്കി ഗ്രൗണ്ട് ഉണ്ട്. ഇതാണ് B4 ഹോസ്റ്റൽ. അപ്പോൾ ബാക്കി നടക്കുമ്പോൾ നമുക്ക് B4, B3, അതിൻ്റെ അപ്പുറത്ത് B2, അങ്ങനെ B1, അങ്ങനെ ഹോസ്റ്റലുണ്ട്. 4 ഹോസ്റ്റൽസ്. ഇതൊക്കെ ഗേൾസ് ഹോസ്റ്റൽസ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റുകൾ കാണാൻ പറ്റും. ഈ ഭാഗത്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ കുറേയൊക്കെ ചെറിയ ചെറിയ മരങ്ങൾ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ ചെറിയ മരങ്ങൾ. അപ്പോൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കാണ്. ഇതേപോലെ 4